ഒരു അവിടെ കഴിഞ്ഞ നിരവധി വർഷങ്ങളായിട്ട് ഈ മെഡിക്കൽ സൂപ്രണ്ട് പ്രവർത്തിച്ചു വരികയാണ്. അപ്പോൾ അനധികൃതമായിട്ട് ഇത്തരം ക്വാളിഫിക്കേഷൻ ഇല്ലാത്ത ആളുകളെ പോലും നിയമിക്കുന്ന രീതിയിലേക്ക് പാലക്കാട് മെഡിക്കൽ കോളേജിൻ്റെ പ്രവർത്തനം പോവുക. അതുപോലെ കൈക്കൂലി കേസിൽ പിടികൂടിയ ആളെയാണ് അവിടുത്തെ HOD ഓർത്തോ ഡിപ്പാർട്ട്മെൻറ്റ് HOD ആയിട്ട് നിയമിച്ചിട്ടുള്ളത്. തൃശ്ശൂർ പ്രവർത്തിക്കുന്ന ജോലി ചെയ്യുന്ന സമയത്ത് അവിടെ വിജിലൻസ് കയ്യോടെ പിടികൂടിയ ആളാണ്. മെഡിക്കൽ കോളേജിൽ രോഗിയുടെ നിന്ന് കൈക്കൂലി വാങ്ങിയതിൻ്റെ പേരിൽ 2021 വിജിലൻസ് പിടികൂടി സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത് കേസെടുത്ത് അന്വേഷണം നടത്തി കേസ് മുന്നോട്ട് പോകുന്ന ഒരു ഉദ്യോഗസ്ഥനെയാണ് ഇവിടെ HOD ഈ ഓർത്തോ ആയിട്ട് നിയമിച്ചിരിക്കുന്നത്. അതും സർക്കാർ മാനദണ്ഡങ്ങൾക്ക് വിരുദ്ധമാണ്. ഒരു അച്ചടക്ക നടപടി, ഒരു കൈക്കൂലി കേസിൽ അച്ചടക്ക നടപടിയുടെ പേരിൽ സസ്പെൻഷനിലായിട്ടുള്ള ഒരാളെ ഇവിടുത്തെ HOD ആയിട്ട് റിട്ടയർ ചെയ്ത ശേഷം HOD ആയിട്ട് ആ കേസ് പോലും പൂർണ്ണമായിട്ട് കഴിയുന്നതിന് മുമ്പ് അതിൻ്റെ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് HOD ആയിട്ട് നിയമിച്ചിരിക്കുക. അത് സംബന്ധിച്ചും സംസ്ഥാന വിജിലൻസിന് പരാതി പോയി. സംസ്ഥാന വിജിലൻസ് അന്വേഷണം വന്ന സമയത്ത് ആ ഉദ്യോഗസ്ഥനെ സർവീസിൽ നിന്ന് ഇപ്പോൾ തൽക്കാലം മാറ്റിയിരിക്കാം. ഇത്തരത്തിൽ എല്ലാ സർക്കാർ നിയമങ്ങളെയും അതുപോലെ തന്നെ സർവീസ് റൂളുകളെയും എല്ലാം അട്ടിമറിച്ചുകൊണ്ടാണ് ഇവിടെ പാലക്കാട് മെഡിക്കൽ കോളേജിൻ്റെ പ്രവർത്തനം മുന്നോട്ട് പോകുന്നത്. ഈ HOD ഓർത്തോ ആയിട്ട് നിയമിച്ചത് ശ്രീ ബാലഗോപാൽ. അദ്ദേഹം 2021 അവിടുത്തെ വിജിലൻസ്, തൃശ്ശൂരിലെ വിജിലൻസ് ഡിപ്പാർട്ട്മെൻറ്റ് 8/12/2021 കൈക്കൂലി വാങ്ങിയതിൻ്റെ പേരിൽ അറസ്റ്റ് ചെയ്ത ഉദ്യോഗസ്ഥരാണ്. വിജിലൻസ് ഡയറക്ടറുടെ റിപ്പോർട്ട് പ്രകാരം പ്രിൻസിപ്പൽ സെക്രട്ടറി ശ്രീ മുഹമ്മദ് ഹനീഷ്, APM മുഹമ്മദ് ഹനീഷ് സസ്പെൻഡ് ചെയ്ത ഉദ്യോഗസ്ഥരെയാണ് HOD ആയിട്ട് നിയമിച്ചത്. അങ്ങനെ നിരവധി ഉദാഹരണങ്ങൾ പാലക്കാട് മെഡിക്കൽ കോളേജിനെ സംബന്ധിച്ച് ഇത്തരം കാര്യങ്ങളിലുണ്ട്. ഇതിനെല്ലാം പുറമെയാണ് അൺഓതറൈസ്ഡ് ആബ്സെൻ്റ് ആയിരുന്ന ഒരു ഉദ്യോഗസ്ഥയ്ക്ക് തൻ്റെ അധികാര പരിധിക്ക് അപ്പുറമുള്ള കാര്യം ചെയ്തു കൊടുക്കാൻ ഇവിടുത്തെ മെഡിക്കൽ കോളേജ് ഡയറക്ടർ തയ്യാറായിട്ടുള്ളത്. അഞ്ജലി ദാസ്, അവർ സംസ്ഥാന സർക്കാരിൻ്റെ സർവീസ് റൂൾ വയലേറ്റ് ചെയ്തുകൊണ്ട് അൺഓതറൈസ്ഡ് ആയിട്ടുള്ള ആബ്സെൻറ്റിസം, സർക്കാരിൻ്റെ അനുമതി വാങ്ങാതെ വിദേശത്തേക്ക് പോയതിൻ്റെ പേരിൽ അവർക്കെതിരെ അന്വേഷണം നടന്നു. ആ അന്വേഷണം നടത്തിയ ഡോക്ടർ മുരളീധരൻ, പ്രൊഫസർ HOD ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് പീഡിയാട്രിക്സ്, അദ്ദേഹത്തിൻ്റെ അന്വേഷണ റിപ്പോർട്ടിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ഈവൻ ബിഫോർ ഗെറ്റിംഗ് ദ ലീവ് സാങ്ഷൻഡ് ഷീ ലെഫ്റ്റ് ദി കൺട്രി ഓൺ ദ നെക്സ്റ്റ് ഡേ 12/9/2020. Being a government servant, she has not taken permission to leave the country and not even to leave the station. She was informed that her leave application cannot be sanctioned and was asked to rejoin the duty immediately. ഇത്തരത്തിൽ അന്വേഷണ റിപ്പോർട്ടുള്ള സമയത്ത് ആ ഡോക്ടർ തിരിച്ചു വന്ന സമയത്ത് അവർക്ക് വീണ്ടും മെഡിക്കൽ കോളേജിൽ നിയമനം കൊടുക്കുക മാത്രമല്ല അവരുടെ അൺഓതറൈസ്ഡ് ആബ്സെൻറ്റിസം ഓതറൈസ്ഡ് ആക്കാനുള്ള ഓർഡറും മെഡിക്കൽ കോളേജ് ഡയറക്ടർ ഇറക്കിയിരിക്കുക. അങ്ങനെ സർക്കാർ ഫണ്ടും അതുപോലെ തന്നെ സർക്കാരിൻ്റെ നിയമങ്ങളുമെല്ലാം വഴിവിട്ട് ഉപയോഗിക്കുന്ന ഒരു സ്ഥാപനമായിട്ട് പാലക്കാട് മെഡിക്കൽ കോളേജ് മാറിയിരിക്കുക. സർക്കാർ ഇറക്കിയ മെഡിക്കൽ കോളേജിൻ്റെ നിയമനം സംബന്ധിച്ച് ഇറക്കിയ ഓർഡറിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ഒരു റിട്ടയർഡ് ഡോക്ടർമാരെ നിയമിക്കുക. അവരെ നിയമിക്കുന്ന സമയത്ത് അവർ റിട്ടയർ ചെയ്യുന്ന സമയത്ത് അവരുടെ ബേസിക് പെൻഷൻ എത്രയാണോ ആ ബേസിക് പെൻഷൻ ഇവിടെ നിന്ന് നൽകുന്ന ശമ്പളത്തിൽ നിന്ന് കുറയ്ക്കണം. ശമ്പള സ്കെയിലിൽ ഏകീകൃത വേതനത്തിലേക്ക് മാറ്റേണ്ടതാണ്. നിലവിൽ അനുവദിച്ചു വരുന്ന മറ്റു അലവൻസുകളിൽ വ്യക്തത വരുത്തേണ്ടതാണ്. റീ എംപ്ലോയ്മെൻറ്റ് ജീവനക്കാർക്ക് ബാധകമായ പെൻഷൻ തുക കുറവ് വരുത്തി ശമ്പളം പുനർനിർണ്ണയിക്കുക. പക്ഷേ പാലക്കാട് മെഡിക്കൽ കോളേജിൽ ഇങ്ങനെ റിട്ടയർ ചെയ്ത് ശേഷം ഇവിടെ പുനർനിയമനം കിട്ടിയ ഒരു ഉദ്യോഗസ്ഥൻ്റെയും ശമ്പളത്തിൽ നിന്ന് അവരുടെ ബേസിക് പെൻഷൻ ഡിഡക്റ്റ് ചെയ്യുന്നില്ല. അവർക്ക് പൂർണ്ണമായിട്ടുള്ള ശമ്പളമാണ് ഇവിടെ നിന്ന് കൊടുക്കുന്നത്. സർക്കാർ ഖജനാവിന് വലിയ തോതിൽ നഷ്ടം വരുത്തുന്ന രീതിയിലാണ് പാലക്കാട് മെഡിക്കൽ കോളേജ് പ്രവർത്തിക്കുന്നത്. കഴിഞ്ഞ ഈ മെഡിക്കൽ കോളേജ് ആരംഭിച്ചത് തൊട്ട് ഇത്തരത്തിൽ റിട്ടയർമെൻറ്റിന് ശേഷം ഇവിടെ പുനർനിയമനം ലഭിച്ച മുഴുവൻ ഉദ്യോഗസ്ഥന്മാരുടെയും
ശമ്പളം നൽകിയത് പരിശോധിച്ചാൽ അറിയാൻ കഴിയും. ലക്ഷക്കണക്കിന് രൂപയാണ് പാലക്കാട് മെഡിക്കൽ കോളേജ് ഇത്തരത്തിൽ സർക്കാർ ഖജനാവിന് നഷ്ടം വരുത്തിയിട്ടുള്ളത്. ഈ ആളുകളുടെ മുഴുവൻ ഇങ്ങനെ നൽകിയ വഴിവിട്ട് നൽകിയ ശമ്പളം തിരിച്ചു പിടിക്കാനുള്ള നടപടി സർക്കാർ സ്വീകരിക്കണമെന്നാണ് ഭാരതീയ ജനതാ പാർട്ടിക്ക് ആവശ്യപ്പെടാനുള്ളത്. ഇത് സംബന്ധിച്ചുള്ള വിജിലൻസ് അന്വേഷണങ്ങളെല്ലാം മുന്നോട്ട് പോകുന്ന സമയത്ത് അതിന് തടയിടുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പാലക്കാട്ടുകാരനായിട്ടുള്ള മുൻ SC/ST വകുപ്പ് മന്ത്രിയാണ്. അദ്ദേഹത്തിൻ്റെ ഇടപെടലാണ് പാലക്കാട് മെഡിക്കൽ കോളേജിൻ്റെ പ്രവർത്തനം സുഗമമായിട്ട് മുന്നോട്ട് പോകുന്നതിൽ തടസ്സം നിൽക്കുന്നത്.